ഹായ് ഓൾ എല്ലാവർക്കും എയ്സഡ്ബി അക്കാഡമിയിലേക്ക് സ്വാഗതം. ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു എക്സാം ആണ് SSC CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. അപ്പോൾ ഈ വർഷത്തെ 2026 SSC CGL എക്സാംസിന്റെ ഒരു ഫർദർ അപ്ഡേറ്റ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എല്ലാ വർഷവും SSC എന്ത് ചെയ്യുന്നു, എക്സാം നടത്തുന്നതിന് മുന്നേ ആയിട്ട് SSCയുടെ കലണ്ടർ അവർ എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യും. അപ്പോ ഒരു 2 ദിവസം മുന്നേ വരെയും ഇവരുടെ ആ ഒരു കലണ്ടറിനകത്ത് നോക്കിയിട്ടുള്ളവർ മീൻസ് ആ ഒരു എക്സാം കലണ്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതിനകത്ത് നമ്മുടെ ഓരോ ഇപ്പം എന്താ പറയാ സ്റ്റെനോയുടെയും MDSന്റെ എല്ലാ എക്സാംസിന്റെ ഒക്കെ ഫർദർ അപ്ഡേറ്റ് വരുന്നതിനകത്ത് അതിനകത്ത് ഇടയ്ക്ക് അൺനോൺ എക്സാം എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാം അവർ അതിനകത്ത് ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചോന്ന് അറിയില്ല. അപ്പോൾ ആ അൺനോൺ എക്സാം ഇപ്പൊ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റി. അതായത് ആ അൺനോൺ എക്സാം എന്ന് പറയുന്നത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ്. അതായത് ഇവിടെയാണ്, ഇതാണ് അവരുടെ കലണ്ടർ അല്ലേ. അപ്പൊ അതിനകത്ത് നാലാമത്തത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസിനകത്തേക്ക് മാർച്ച് 2026 ആ ഡേറ്റ് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു അൺനോൺ എക്സാം എന്നാണ് വന്നിരുന്നത്. സോ ഈ നമ്മുടെ SSC CGLന്റെ അഡ്വർടൈസ്മെന്റ്, അതായത് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് എന്നായിരിക്കും, മാർച്ച് 2026 ആണ്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് മാർച്ച് 31 ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 2026. നമുക്ക് എക്സാം കാണുക മെയ് ജൂണിലായിരിക്കും കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അധികം സമയമില്ല. മാക്സിമം ഒരു 2 മാസം അടുപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ 7ാമത്തെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി, അത് നമുക്ക് അൺനോൺ എക്സാം ആയിട്ടായിരുന്നു ഇരുന്നത്. ഏത് എക്സാം ആണെന്ന് അവരത് പറഞ്ഞിട്ടില്ലായിരുന്നു. സോ ഇപ്പൊ അത് റിവീൽ ചെയ്തിട്ടുണ്ട്. CHSL ആണ്. അതിന്റെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നത് ഏപ്രിൽ 2026. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 2026 ആൻഡ് ഓൾസോ എക്സാം എന്ന് പറയുന്നത് ജൂലൈ സെപ്റ്റംബർ ആയിരിക്കും. പിന്നെ നമ്മൾ എല്ലാവരും നോക്കുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ ആണല്ലോ. അതാണ് നമുക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റും. അതില് അടുത്ത എക്സാം എന്ന് പറയുന്നത് MDS ആണ്. MDS നമുക്ക് നല്ല ടൈം ഉണ്ട്. അഡ്വർടൈസ്മെന്റ്, അതായത് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്, നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ജൂണിലേ വരത്തുള്ളൂ. ആൻഡ് ഓൾസോ സെപ്റ്റംബർ നവംബറിലായിരിക്കും എന്ത് വരുന്നത്, അതിന്റെ എക്സാം ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇതിന്റെ ഫർദർ എന്താ പറയുക ഡിലേ ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ കലണ്ടർ അനുസരിച്ച് തന്നെ എന്ത് ചെയ്യും, എക്സാംസ് ഒക്കെ അവർ നടത്തുന്നതായിരിക്കും. അപ്പോ ഇതുവരെയും, അതായത് ചില ആൾക്കാർ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അത് ഇത് തന്നെ എന്ത് ചെയ്യുക, ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുക. അതായത് നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ എന്ത് ചെയ്യും, വരും. പിന്നെ നമുക്ക് മെയ് ജൂൺ നമുക്ക് 2 മാസം തികച്ചേ കിട്ടത്തുള്ളൂ. ഇപ്പൊ 2 മാസം കൊണ്ട് ഒരു ബിഗിനർ ആണെങ്കിൽ, ഒരു എന്താ പറയാ, ബിഗിനർ ആണെങ്കിൽ ഡിമോട്ടിവേറ്റ് ചെയ്യുവല്ല, ബിഗിനർ ആണെങ്കിൽ നല്ല പാടായിരിക്കും എന്ന് പറയുന്നത്, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ ഇരിക്കുവാണെങ്കിൽ. ഓക്കെ, അതല്ല നിങ്ങൾ ഫർദർ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കുമല്ലോ. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഈ 2 മാസം എന്ന് പറയുന്നത് അവരുടെ എന്താ പറയാ നല്ലൊരു പീക്ക് ടൈമാണ്. ഹാർഡ് വർക്കിലുപരി സ്മാർട്ട് വർക്ക് ചെയ്യാൻ നോക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. എന്താ പറയാ SSC റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് പാറ്റേൺ അനുസരിച്ച് ഇംഗ്ലീഷ് ഒക്കെ കുറച്ച് ടഫാണ്. വൊക്കാബൊക്കെ എന്ന് പറയുന്നത് കണ്ടസ്റ്റ് ബേസിലാണ് വരുന്നത്. അപ്പൊ അതെല്ലാം പുതിയ ലെവൽ എക്സാംസ്, പുതിയ പാറ്റേൺ ഉണ്ടല്ലോ, വെണ്ടർ ചേഞ്ചിന് ശേഷമുള്ള പുതിയ എക്സാംസ് ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ ചില ആൾക്കാർക്ക് കഴിഞ്ഞ വർഷത്തെ പരീക്ഷ എന്ന് പറയുന്നത് 0.3 2 മാർക്കിനൊക്കെ പോയിട്ടുള്ളായിരിക്കും. അവർ ഞാൻ ഇനി എഴുതുന്നില്ല, എനിക്ക് വയ്യ, മടുത്ത് എന്ന് പറഞ്ഞിരിക്കുവാണെങ്കിൽ നിങ്ങളെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ജോലി വേണ്ടത് നമുക്കാണ് അല്ലേ. SSCക്ക് നമ്മളെ എടുത്തുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നമുക്കാണ് എന്ത് വേണ്ടത്, ജോലി വേണ്ടത്. സോ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എയ്സഡ്ബി അക്കാഡമിയുടെ എന്തുണ്ട്, ഒരു SSCയുടെ ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്ലാസ്സസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫുൾ ടൈം മെന്റർഷിപ്പും ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സും ഒക്കെ ഉണ്ട്. ബിഗിനർ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. താങ്ക്